ദേശീയ തലത്തിൽ ടോപ്പ് സെല്ലർ അവാർഡടക്കം വലിയ നേട്ടങ്ങൾ കൊയ്ത് ഇരിങ്ങോൾ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ. യൂത്ത് ഐഡിയത്തൺ മത്സരത്തിൽ ഗ്രാൻഡ് ഫിനാലെയിൽ മത്സരിച്ച കേരളത്തിൽ നിന്നുള്ള ഏക വിദ്യാലയം. സ്കൂളിൽ സംഘടിപ്പിച്ച 24ാമത് ആനുവൽ സ്പോർട്സ് മീറ്റ് ഇത്തവണയും ആഘോഷമായി. നമ്മുടെ നാട്ടിലെ CBSE വിദ്യാലയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പഠന രീതിയും പഠന മികവും പുലർത്തുന്ന വിദ്യാലയമാണ് ഇരിങ്ങോൾ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ. CBSE ഡൽഹിയും IIT ഡൽഹിയും ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച യൂത്ത് ഐഡിയത്തൺ മത്സരത്തിൽ ഗ്രാൻഡ് ഫിനാലെയിൽ മത്സരിച്ച കേരളത്തിൽ നിന്നുള്ള ഏക വിദ്യാലയമാണ് സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ. പെരുമ്പാവൂര് സെന്റ് തോമസ് പബ്ലിക് സ്കൂളിലെ കുട്ടികൾ നാഷണൽ ലെവലിൽ യൂത്ത് ഐഡിയത്തോൺ എന്ന് പറയുന്ന ഒരു മത്സരത്തിൽ പങ്കുചേരാനിടയായി. കേരളത്തിൽ നിന്ന് 2 ടീമിന് മാത്രമാണ് അതിന് സെലക്ഷൻ കിട്ടിയത്. ഡൽഹിയിൽ വെച്ച് CBSEയുടെ ഡയറക്ടറാണ് അതിൻ്റെ സമ്മാനം നൽകിയത്. IIT ഡൽഹിയാണ് ആ കാര്യത്തിനെല്ലാം ക്രമീകരണങ്ങൾ ചെയ്തതും മത്സരങ്ങൾ സംഘടിപ്പിച്ചതും. CBSE പുതിയ ജനറേഷനെ, വരും തലമുറയെ ഇങ്ങനെയുള്ളതായ പുതിയ ഐഡിയാസ് കൊണ്ടുവന്ന് അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് യൂത്ത് ഐഡിയാത്തോൺ എന്ന് പറയുന്നത്. ഇവർക്കായി പങ്കെടുത്ത വിദ്യാർത്ഥികൾ ടോപ്പ് സെല്ലർ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തു. 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ നിയ ഹന്ന ജോഷ്, ജൂലിയ ജോജൻ, എവലിൻ മറിയം ജിജോ, ആരാധ്യ വിനോദ്, S അദ്രിജ എന്നിവരടങ്ങുന്ന സംഘം മുട്ടത്തോടും ചെളിയും ഉപയോഗിച്ച് പ്രകൃതി സൗഹൃദമായി ഗാർഡൻ ട്രഷേഴ്സ് എന്ന പേരിൽ നിർമ്മിച്ച ചെടിച്ചട്ടികളാണ് നേട്ടത്തിന് കാരണമായത്. ഫാദർ ജോൺ പുത്തൂരാന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഈ വിദ്യാലയം കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികസനത്തിനാണ് ലക്ഷ്യം വെക്കുന്നത്. സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ പെരുമ്പാവൂര് 25 വർഷത്തിലേക്ക് പ്രവർത്തനം കിടക്കുകയാണ്. വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ പ്രോത്സാഹനവും കൊടുത്ത് അക്കാഡമിക് കാര്യങ്ങളിലും നോൺ അക്കാഡമിക് കാര്യങ്ങളിലും ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറു പ്രായത്തിലെ തന്നെ, കൊച്ചു ക്ലാസ്സിലെ തന്നെ നല്ല ഇംഗ്ലീഷ് അവർക്ക് പരിചയപ്പെടുത്തുവാനും പരിശീലിപ്പിക്കുവാനും ആംഗ്ലോ ഇന്ത്യൻസിനെ ഉൾപ്പെടെ നമ്മൾ ചേർത്താണ് അക്കാഡമിക് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. സ്വിമ്മിങ് ആണെങ്കിലും, അതുപോലെ ചെസ്സിൻ്റെ ആണെങ്കിലും, അതുപോലെ തന്നെ യോഗ, എല്ലാ കാര്യങ്ങളും ചെറുപ്രായത്തിലെ തന്നെ അവരെ പരിശീലിപ്പിക്കുന്നു. എല്ലാ വിധത്തിലുമുള്ള കുട്ടികളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്സാണ് സ്കൂള് ഉദ്ദേശിക്കുന്നത്. സ്കൂളിൽ സംഘടിപ്പിച്ച 24ാമത് വാർഷിക സ്പോർട്സ് മീറ്റ് ശ്രദ്ധേയമായി. പതാക ഉയർത്തിക്കൊണ്ട് സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനം കുറുപ്പമ്പടി പോലീസ് ഇൻസ്പെക്ടർ സ്റ്റെപ്റ്റോ ജോൺ നിർവഹിച്ചു. സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് എതിരെയുള്ള പലവിധ അതിക്രമങ്ങളുണ്ട്. ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമുക്ക് മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മുടെ അടിസ്ഥാന തത്വം. നമ്മുടെ ലൈഫ്, ജീവിതം കരുപിടിപ്പിക്കുന്നത്, അതിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് ഈ വിദ്യാലയമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജീവിതത്തിൻ്റെ പാത വഴിതെളിച്ച് തരുന്നു. ആഹാരം, വസ്ത്രം, നമ്മുടെ സ്നേഹം, ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ ബേസ് നമ്മൾ തുടങ്ങുന്നത് ഗുരുക്കന്മാരിൽ നിന്നാണ്. പഴയ കാലത്തുള്ള ഗുരുകുല വിദ്യാഭ്യാസം ഇപ്പോൾ നമ്മുടെ ഇത്രയും വളരെ ഡെവലപ്പ് ചെയ്ത ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുന്നു. 3 ഹൗസുകളായി തിരിച്ചു നടത്തിയ മത്സരത്തിന്റെ ഭാഗമായി നടന്ന മാർച്ച് പാസ്റ്റിൽ പോലീസ് ഇൻസ്പെക്ടർ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളായ അയാൻ അസീസ്, ജോഷുവ തോമസ്, സെറിൻ എലിസബത്ത് ലിജു, അലീന എൽദോസ്, തോംസൺ മിഷേൽ എന്നിവർ പങ്കെടുത്ത ദീപശിഖ പ്രയാണം ശ്രദ്ധേയമായി. പിന്നീട് സ്പോർട്സ് ക്യാപ്റ്റൻ പോൾ കോര പ്രതിജ്ഞ ചൊല്ലിയതോടെ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. യൂത്ത് ഐഡിയാത്തൺ മത്സരത്തിൽ വലിയ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും മെന്ററിനും പ്രിൻസിപ്പലിനുമുള്ള സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. Every day, tons of eggshells are thrown away from homes, hotels and shops. This creates a bad smell, attract flies and make people sick, especially in crowded places.
We turn eggshell waste into eco-friendly products like garden pots, soap trays, candle stands, and more. These products are low-cost, safe, and sustainable, and they are reducing waste, protecting health, and saying goodbye to plastic. We have sold 80 biodegradable garden pots through Kids Company, and we got positive customer feedbacks. Customers value that our products are eco-friendly and plant-safe. Benefits of our project: reduce waste, eco-friendly, cost-effective, innovative creations of unique pots promote sustainability. And this is the first time the school from Kerala, one of the school from Kerala, that is St. Thomas Public School, won the top seller award in IIT Delhi. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അജയ് കൃഷ്ണയുടെ വിവിധ പ്രകടനങ്ങളും 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്ത ഡിസ്പ്ലേയും സഹപാഠികൾക്ക് കൗതുകമായി. വിദ്യാർത്ഥികളെ എന്നും വ്യത്യസ്തമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അധ്യയന രീതികളാണ് സെന്റ് തോമസ് പബ്ലിക് സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത്. Youth Ideathon is a national level competition organized by Think Startup associated with CBSE and IIT Delhi. Our students of Class 5 has participated in the grand finale held at IIT Delhi. It was actually their main project was making eco-friendly pots. Nearly more than 1 lakh students have participated in this Youth Ideathon competition. And it is only this school that have been participated in the junior section from Kerala in IIT Delhi in the grand finale, and they were awarded with top seller award from in the national level in this competition, and it was awarded to them by the CBSE director. St. Thomas Public School is really proud today that we are able to get the top seller award in the national level competition. Our students are able to think differently in a creative manner. These opportunities really develop creative thinking, critical thinking in our students, and they really become ordinary to extraordinary students. PTWA വൈസ് പ്രസിഡന്റ് ശ്രുതി ശ്രീകുമാർ, ഹെഡ് ബോയ് അലൻ എൽദോസ്, ഹെഡ് ഗേൾ അനുമിത മേരി ജിജി തുടങ്ങിയവർ സംസാരിച്ചു. പാരൻസ് എന്ന നിലയിൽ വളരെ സന്തോഷവും അഭിമാനവുമുള്ളൊരു നിമിഷമാണിത്. സ്കൂൾ യൂത്ത് ഐഡിയത്തോൺ എന്ന ഒരു പ്രോഗ്രാമിലേക്ക് കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. സെൻറ്റ് തോമസിന് അതിന് വലിയൊരു കൺഗ്രാറ്റ്സ്. അതിൽ പങ്കെടുക്കാനും അവർക്ക് കോമ്പറ്റീഷനിൽ ടോപ്പ് സെല്ലേഴ്സ് അവാർഡ് ലഭിക്കുകയും ചെയ്തു. വളരെ അഭിമാനമുണ്ട് ഈ സമയത്തിൽ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും സ്കൂളിലെ പ്രിൻസിപ്പൽ മാമും ജൂബിയ മാം, മെൻറ്ററായിട്ടുള്ള വത്സ മിസ്, ബാക്കിയുള്ള എല്ലാ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എടുത്ത എഫേർട്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.